നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പടുകിഴവന്മാരുടെ കടൽക്കിഴവന്മാരുടെ പാർട്ടിയാണ് എന്നൊരു കിംവദന്തി കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നിയമസഭയിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന തീപ്പൊരി പ്രാസംഗികനും എം.എൽ.എയും ശക്തനായ എം.എൽ.എയും ഒക്കെയായ രാഹുൽ മാങ്കൂട്ടം ചില അവസരങ്ങളിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ശബ്ദമില്ലാതിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ശൂന്യത തന്നെയായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും നിയമസഭയ്ക്കകത്ത് സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു രാഹുൽ മാങ്കൂട്ടം പോയപ്പോൾ മറ്റ് നിരവധി ഏകദേശം 100 രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തിയുള്ള ചുറുചുറുക്കരായ എം.എൽ.എമാരാണ് നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. സൂരജും അതുപോലെ തന്നെ തോമസും അതുപോലെ തന്നെ സുധീർ ഷാ പാലോടും അതുപോലെ തന്നെ നമുക്കറിയാം എബിൻ വർക്കിയെ പോലെയുള്ള ശക്തരായ നേതാക്കൾ, ഇവരെല്ലാവരും അങ്ങനെ ഒരു യുവതലമുറ തന്നെ നിയമസഭയിലേക്ക് എത്തുകയാണ്. ശക്തനായ ഒരു മുഖ്യമന്ത്രി കൂടി വരികയാണെങ്കിൽ ഈ ഭരണം കലക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കലക്കും എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള കലക്കലാണ് ഉദ്ദേശിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ UDF-നെ അവർ കയ്യിലേക്ക് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളെ ഭരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തലയിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ കളി പഠിപ്പിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. രമേശ് പിഷാരടി ഇനി അടുത്ത 5 വർഷത്തേക്ക് ഒരു തരത്തിലുമുള്ള സിനിമാ അഭിനയത്തിലേക്കോ മറ്റ് സ്റ്റേജ് പ്രോഗ്രാമിലേക്കോ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി പണം ലഭിക്കുന്ന ഒരു തരത്തിലുമുള്ള ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെടില്ല, അല്ലെങ്കിൽ ഇത്തരം പരിപാടിയിലേക്ക് ഏർപ്പെടില്ല. മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഗുണം ചെയ്യും എന്നുള്ള ഘട്ടം എത്തുകയാണെങ്കിൽ മാത്രം ഞാൻ ആ വഴിക്ക് കൂടി നീങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട് വീടെടുത്ത് ഇവിടെ താമസിക്കാൻ തന്നെയാണ് നീക്കം. എന്ത് ചെയ്യും വരുമാനത്തിനായി എന്ന് പറയുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ഒരു പ്രതീക്ഷയിൽ എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ തെറ്റിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഭാര്യയും മക്കളെയും എല്ലാവരെയും പാലക്കാടേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മക്കൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളെയും ഒക്കെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി കൂടി കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും. ഇത് അവർ അവരുടെ തന്നെ നിന്നോട്ടെ. ഞാൻ വേണമെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി പോയി ശനിയാഴ്ച രാവിലെ തിരിച്ചു വരാം എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ വാരാന്ത്യ കുടുംബജീവിതത്തിലേക്കൊക്കെ തന്നെ സമയം മാറ്റിവെക്കാം. ഈ ഒരു 5 വർഷം ജനങ്ങൾക്ക് ഞാൻ കൊടുത്തു നോക്കാം. അതായത് എന്തെങ്കിലും ചെയ്തിട്ടല്ല ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത്, എന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിട്ടിയ അവസരം ഞാൻ പരമാവധി ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് രമേശ് പിഷാരടിയും രംഗത്തെത്തിയിരിക്കുന്നത്. സൂരജ് അടക്കമുള്ള ആവേശഭരിതമായ ഒരു വിജയം നേടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളും ആവേശത്തിൽ തന്നെയാണ്. ഈ ആവേശം കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുസ്ലിം പാർട്ടികളായ നിങ്ങളെല്ലാവരും ചേർന്ന് തല്ലിക്കെടുത്തരുതേ എന്ന അപേക്ഷയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്.